ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാങ്കിളാണ് 2 ലെയർ ബാങ്കിൾ. ഇത് നമുക്ക് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ്. അത് കുറച്ച് രണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ലെയറിൽ 4 സൈഡിൽ നമ്മളത് ടൈ ചെയ്യും. അപ്പോൾ അതിലേക്ക് ആ ടൈ ചെയ്തെടുക്കുന്നത് നമ്മൾ എന്തെങ്കിലും ബീഡ്സ് അവിടെ എന്തെങ്കിലും ഡിസൈൻസ് കൊടുക്കാറുണ്ട്. കൂടുതലും പാച്ചസ് കൊടുത്ത് ചെയ്യാറാണ് പതിവ്. അപ്പോൾ പാച്ചസ് നമ്മൾ ചെയ്തെടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ഒരു 9 കുന്തൻ സ്റ്റോണ്, അത് 8, 9, 10, അത് നമ്മളുടെ ഇഷ്ടത്തിന്. ഇപ്പം ഞാൻ 2 ലെയറായിട്ടാണ് അതും ചെയ്യുന്നത്. 2 സെൻറ്ററിലും വേറൊരു പെറ്റൽസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇച്ചിരി സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ 9 കുന്തൻ ബീഡ്സ് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. പിന്നെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒരേ ഓർഡറിൽ ഇരിക്കണമെന്നില്ല. നമ്മളത് 9 സ്റ്റോണും അവിടെ വയ്ക്കുക. അതിനുശേഷം കറക്റ്റ് സർക്കിളിൻ്റെ ആ ഒരു ഷേപ്പ് അറേഞ്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ നമ്മൾ കൈ വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഗ്ലൂ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇളകി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഞങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ സെൻറ്ററിൽ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നില്ലേ, വളരെ സിമ്പിളായിട്ട് നമ്മളങ്ങനെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇരിക്കില്ല ആദ്യം ചെയ്യുമ്പോൾ. എങ്കിൽ നിങ്ങൾ കൈ കൊണ്ടെടുത്ത് വയ്ക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഇനി ഇത് കട്ട് ചെയ്ത് ഉരുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. കട്ട് ചെയ്തിട്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഉരുക്കിയെടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും. ആ ഒരു ഫിനിഷിങ് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് സ്റ്റോൺസോ ബീഡ്സോ എന്താണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൊടുക്കാം. ഞാനിവിടെ സെറാമിക് കുന്തനാണ്, സ്മോൾ സെറാമിക് കുന്തൻ ബീഡാണ് ഞാനും കൊടുക്കുന്നത്. കാരണം ആ ബീഡ്സാണ് ഞാൻ സൈഡിലും ഈ 2 ലെയർ ബാങ്കിളിൽ അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ സെയിം ഉപയോഗിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഗോൾഡൻ ബീഡ്സ് വേണമെങ്കിൽ ഗോൾഡൻ ബീഡ്സും കൊടുക്കാം. കണ്ടില്ലേ, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഇതിൽ ഈ എന്താ പറയുക, ഇത് വെച്ചിട്ട് നമുക്ക് ഇയറിങ്ങും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്താൽ ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ 4 എണ്ണമാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ 4 എണ്ണം. എന്നിട്ട് ഞാൻ ചെറിയ ഗോൾഡൻ ബീഡ്സ് ഈ 4 സൈഡിലും കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ബീഡ്സ് ആകുമ്പോൾ കോർക്കുന്ന ഒരു ഹോളുള്ള പോർഷൻ ഉണ്ടാവില്ല, അത് നിവർന്ന് നിൽക്കുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. അല്ല എങ്കിൽ കുന്തൻ ബീഡ്സിൻ്റെ സ്ക്വയർ ടൈപ്പിലുള്ളത് ഫിക്സ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇനി ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുന്തൻ ബീഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ചെയ്യാം. വളരെ സിമ്പിളാണ്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇതൊന്നും ഇളകിയൊന്നും പോകത്തില്ല. അതിനുശേഷം അതിൻ്റെ മേളിലേക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. അടുത്ത ബാങ്കിൾ, സിൽക്ക് ത്രെഡ് കവർ ചെയ്ത ബാങ്കിൾ ഒന്ന് വയ്ക്കുക. ഇനി ഇതിനെ കുറച്ച് ഡ്രൈ ആവാൻ വയ്ക്കണം. ഇത് നന്നായി ഡ്രൈ ആയിട്ട് വേണം അടുത്ത് ചെയ്യാൻ. നമ്മളിത് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല അങ്ങ് ഫിനിഷിങ് ആയി കിട്ടും, ഫിക്സ് ആയി കിട്ടും. അതിനുശേഷം നമ്മൾ സിൽക്ക് ത്രെഡ് നേരത്തെ കവർ ചെയ്ത് നമ്മൾ സാധാ കവർ ചെയ്യില്ലേ, അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് എടുക്കുക. ബാങ്കിളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആ സൈഡിൽ അതായത് 4 സൈഡില്ലേ, ആ 4 സൈഡിലേക്ക് ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം നമുക്ക് എത്ര വീതി വേണം, എനിക്ക് കുറച്ച് നമ്മളുടെ എത്ര വീതി വേണം, അവിടെ ചെയ്യുന്നതിന് എത്ര നമുക്ക് വീതി ആവശ്യമുണ്ട്, അതിനാവശ്യത്തിനുള്ള എന്താ പറയുക ഒരു വിഡ്ത്തിൽ നമ്മളത് നൂല് ചുറ്റിയെടുക്കുക. വളരെ സിമ്പിളാണ്. പിന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ കാരണം ഇത് ആദ്യം ബാങ്കിൾ കവർ ചെയ്യണം, പിന്നെ നമുക്ക് അതിൽ ഒട്ടിക്കേണ്ടത് ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം വീണ്ടും ഇതുപോലെ എന്താ പറയുക 2 ബാങ്കിളുകൾ തമ്മിൽ ഒട്ടിച്ച് നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അത് ഒട്ടിച്ചിട്ട് അത് തമ്മിൽ ഉണങ്ങാനുള്ള സമയം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നൂലെടുത്ത് ഇത് കവർ ചെയ്തെടുക്കണം 4 സൈഡും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇതിന് ഒരുപാട് ബാങ്കിൾ ഉപയോഗിക്കാറില്ല. ഡബിൾ ലെയർ ബാങ്കിളാകുമ്പോൾ കൂടുതലും ഓരോ ബാങ്കിൾ തന്നെയാണ് കേട്ടോ എല്ലാവരും പറയുന്നത്. അതിൻ്റെ ക്ലിപ്പും ഒരു മാലയും, ഇത് ഒരു സെറ്റായിരുന്നു. മാല, ക്ലിപ്പ്, സെൻറ്റർ ക്ലിപ്പും ഈ ബാങ്കിളും. ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതാണ് കൂടുതലും വരാറ്. കാരണം ഇത് ഒറ്റ വള നല്ല സിമ്പിളായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കും കേട്ടോ. പിന്നെ അടുത്തതും ഇങ്ങനെ ഞാനത് വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും, കാരണം അത് കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കൊടുക്കുന്ന ത്രെഡില്ലേ, ആ ത്രെഡിൻ്റെ എഡ്ജിലും കൂടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല പ്രസ്സായിരുന്നോളും. ആ നൂലിങ്ങനെ ഇളകി വരില്ല. ജസ്റ്റ് പിന്നെ നന്നായി ടൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ ഇളകി വരും.
നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കവർ ചെയ്താൽ മാത്രം മതിയാവും. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണെങ്കിൽ അറിയാം നിങ്ങൾക്ക്. വളരെ എളുപ്പമാണ് കേട്ടോ. പക്ഷേ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എത്ര വീതി വേണം, അവിടെ കുറച്ച് വീതി മതി. 1-2 സ്റ്റോൺ കൊടുക്കാനാണെങ്കിൽ ഓക്കെ, അത് മതിയാവും. അപ്പോൾ ഇനി അതിനെ കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് കട്ട് ചെയ്യുക. നമുക്ക് എത്ര വീതി മതി അത്രയും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. അത് അകത്തോട്ട് കവർ ചെയ്യണമെങ്കിൽ അകത്തോട്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ പുറത്തോട്ട്, നമുക്ക് എങ്ങനെയാണ് കവർ ചെയ്യുന്നത് അതിനനുസരിച്ച്. പക്ഷേ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഞാൻ കൂടുതൽ ഇതിന് ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മറ്റേതിനെക്കാളും എനിക്കിത് കുറച്ച്, കാരണം ഗ്ലൂ ഒക്കെ ആയാലും നല്ല നീറ്റായിട്ട് അങ്ങ് ഡ്രൈ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഗ്ലൂവിൻ്റെ ആ ഒരു പാട് നമുക്ക് പുറത്തറിയാൻ പറ്റും. ഞാൻ നമ്മളെ ബാങ്കിൾ ഡ്രൈ ആവാൻ വെച്ച സമയത്ത് ഞാൻ ഈ പാച്ചസൊക്കെ കട്ട് ചെയ്ത് ഉരുക്കി നല്ല വൃത്തിയാക്കി എടുത്ത് കേട്ടോ. ഇനി 4 സൈഡിലും ഇത് ഒന്ന് ഒട്ടിച്ച് അതും ഡ്രൈ ആവാൻ വെക്കണം. കാരണം ഇത് പാച്ചസ് കുറച്ച് വലുതാണല്ലോ. ഇത് നമ്മളിപ്പം ഒട്ടിച്ച് കൊടുത്തെന്ന് പറഞ്ഞ് ഇൻസ്റ്റൻ്റായിട്ട് പേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ. അത് ഇളകി വരും. അപ്പോൾ അതിനൊരു 4-5 മിനിറ്റ് ഞാനത് ഡ്രൈ ആവാൻ വെച്ചിട്ടാണ്. കാരണം നന്നായിട്ട് ഡ്രൈ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെയ്ത്, കാരണം അതിൻ്റെ ഇടയിലൊക്കെ ബാക്കി ഫിനിഷ് ചെയ്യുമ്പോൾ ഇളകിയൊന്നും വരത്തില്ല. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ അത് പിന്നെ ചിലപ്പോൾ അങ്ങനെ ഇളകി വന്നിട്ട് വീണ്ടും ഫിക്സ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴും, നമ്മൾ സെല്ല് ചെയ്യുന്നതല്ലേ, കൊടുക്കുമ്പോൾ അതും ഇങ്ങനെ ഇളകി വരും കേട്ടോ. അപ്പോൾ അതൊരു മോശമല്ലേ. അതുകൊണ്ട് നല്ല ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടി സമയം എടുത്താലും കുഴപ്പമില്ല. നമ്മളത് വെച്ച് നന്നായി ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, വീണ്ടും ചെയ്യുക. ഇനി ഇതിൻ്റെ ഈ ഗ്യാപ്പുകളിൽ, ഇപ്പം ബാക്കി സൈഡുകളിൽ ഇങ്ങനെ ഗ്യാപ്പല്ലേ, ആ ഗ്യാപ്പുകളിൽ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ മാത്രം ചെയ്താലും മതിയാവും കേട്ടോ. അത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ലോട്ടസിൻ്റെ പാച്ചസ് നമുക്ക് ചെയ്തെടുക്കാം. അത് മാത്രം ഞാനിടയ്ക്ക് 1-2 ബാങ്കിൾ അങ്ങനെയും ചെയ്തു. എല്ലാ ബാങ്കിളിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് 4 ഒട്ടിച്ചിട്ട് ഇതെന്ത് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഒട്ടിക്കുമ്പോൾ ഒരു സൈഡിൽ അത് ഇളകിപ്പോകും. അപ്പോൾ 4 സൈഡിലിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ടൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കുക. ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാനിതിൻ്റെ ഗ്യാപ്പിൽ കുഞ്ഞ് സെറാമിക് കുന്തൻ ബീഡ്സ് അതിങ്ങനെ അപ്ലൈ കൊടുക്കുകയാണ് ഓരോ ലെയറായിട്ട്. ഇനി ഇതിൻ്റെ പേരിൽ നമുക്ക് പേളിൻ്റെ സ്റ്റോൺ ചെയിൻ കിട്ടും, പേൾ ചെയിൻ കിട്ടും, ബീഡ്സ് ചെയിൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന്, നമുക്ക് എന്താണ് ഇഷ്ടം, നമ്മുടെ കയ്യിൽ എന്താണ് നമുക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് അങ്ങ് ചെയ്യാം. സ്റ്റോൺ ചെയിൻ കൊടുത്താലും വളരെ മനോഹരമായിരിക്കും, ചിലപ്പോൾ കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. പിന്നെ ഈ സെറാമിക് കുന്തൻ ബീഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് നമുക്ക് ഏത് കളറിൻ്റെ കൂടെയും സ്യൂട്ടായി കിട്ടും. അതിപ്പോൾ മാറ്റ് ആയാലും ഗ്ലാസ് കുന്തനായാലും ഏതിൻ്റെ കൂടെയും നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് സെറാമിക് കുന്തൻ. അത് പല ഷേപ്പിലുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഇതെപ്പോഴും കയ്യിൽ കരുതിയിരുന്ന ഏത് കളർ പറഞ്ഞാലും നമുക്കതിൽ ഒന്ന് മാച്ചിങ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും കയ്യിൽ കരുതുന്ന ഒരു സാധനമാണ് കേട്ടോ സെറാമിക് കുന്തൻ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഈ ഇടയിൽ, അതായത് ഈ നമ്മൾ ഈ ഒട്ടിക്കുമ്പോൾ, ഈ സ്റ്റോൺസ് ഒട്ടിക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഒരേ ലൈനിൽ തന്നെ നിൽക്കണം. അപ്പോൾ അതൊക്കെ നല്ല നീറ്റാക്കാൻ വേണ്ടി എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു ഇതുകൊണ്ട് അതിനെ ഇങ്ങനെ ലൈനാക്കി കൊടുത്താൽ മതി. ഒരു സൈഡിൽ നമ്മുടെ കൈയും അടുത്ത സൈഡിൽ എന്ത് ചെയ്യുക, ഈ ഷാർപ്പായിട്ടുള്ളൊരു ഓബ്ജക്റ്റ് വെച്ച് ഇങ്ങനെ നമ്മളൊന്ന് വലിച്ചു വിട്ട് കൊടുത്താൽ മതിയാവും. വര പോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് നല്ല നീറ്റായിട്ട് നിൽക്കും, ഇളകി പോവില്ല കേട്ടോ. പിന്നെ അടുത്ത സൈഡിൽ ഇത് കംപ്ലീറ്റ് അങ്ങ് ചെയ്തു വരുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഈ ഒരു കളറിൽ, അപ്പോൾ നമുക്ക് എല്ലാ കളറിലും നമുക്ക് പല പല മോഡലിലൊക്കെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇത്രയും ഇത് വേണ്ട, വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും മതിയാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ വേണം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓരോരോ സ്റ്റെപ്പിലും നമ്മൾ ആ ബീഡ്സ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അത് ആ ഗ്ലൂവിൽ നന്നായിട്ട് പ്രസ്സായിരിക്കണം, എന്നാലേ നല്ല ഡ്രൈ ആകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കില്ല, അല്ലെങ്കിൽ അത് ഇളകി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യമാണ് നമ്മൾ, കാരണം അതിൻ്റെ ബീഡ്സ് ഇളകിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങ് ഇരുന്നോളും. കാരണം B7000 ഉണ്ട്, B8000 ഉണ്ട്. ഈ ഗ്ലൂ ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ആ ഫോഴ്സിൽ തന്നെ ആ ഒരു ഒരു ലെയറൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അങ്ങ് നന്നായിട്ട് പ്രസ് ചെയ്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ നിരപ്പാക്കി, നമ്മൾ ആ ഓരോ ഓർഡറൊക്കെ നിരപ്പാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നല്ല നീറ്റായിട്ടിരിക്കും.
പിന്നെ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ച കാര്യമാണ് ഈ സാധനങ്ങൾ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന്. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ട് മെസ്സേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. ഞാൻ ചാലയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കേട്ടോ. ട്രിവാൻഡ്രത്തു നിന്നാണ്. ഞാൻ ആ ഷോപ്പിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിരിക്കാം. അപ്പോൾ നോക്കി, വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.